തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതരെ അനുനയിപ്പിക്കാൻ മുന്നണികളുടെ തിരക്കിട്ട നീക്കം. വഴങ്ങാത്ത വിമതരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി തുടങ്ങി. UDF-ലെ സീറ്റ് ചർച്ചാ വിവാദങ്ങൾക്കിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ശ്രമം നടത്തിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ മീഡിയ വണ്ണോട് പറഞ്ഞു. ചെറിയ വോട്ടിന് പോലും ഭരണം നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിമതരെ മെരുക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ് മുന്നണികൾ. പ്രചരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുതിർന്ന നേതാക്കളടക്കം രംഗത്തിറങ്ങി. വഴങ്ങാത്തവർക്കെതിരെ പാർട്ടി നടപടി തുടരുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ പയ്യാമ്പലം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് വിമതയെയും ഭർത്താവിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KN ബിന്ദു, രഘുത്തമൻ എന്നിവർക്കെതിരെയാണ് നടപടി. കളമശ്ശേരി നഗരസഭയിൽ മത്സരിക്കുന്ന 2 വിമത സ്ഥാനാർത്ഥികളെ CPM പുറത്താക്കി. പണം വാങ്ങി സീറ്റ് നൽകിയെന്ന ആരോപണത്തിൽ തൃശൂരിലും കാസർഗോഡും കോൺഗ്രസ് നടപടി. സനീഷ് കുമാർ MLA-ക്കെതിരായ ആരോപണത്തിൽ തൃശൂർ DCC ജനറൽ സെക്രട്ടറി TA ആന്റോയെ സസ്പെൻഡ് ചെയ്തു. കാസർഗോഡ് ജെയിംസ് പന്തമാക്കലിനെതിരെയാണ് നടപടി. കാസർഗോഡ് DCC പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച DCC വൈസ് പ്രസിഡന്റ് സ്ഥാനം ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചിരുന്നു. അനുനയത്തിനിടയിലും ചിലയിടങ്ങളിൽ വിമതർ തലവേദനയാവുകയാണ്. പാർട്ടി മുന്നണി നേതൃത്വങ്ങളോടുള്ള വിയോജിപ്പാണ് സ്ഥാനാർത്ഥിത്വത്തിന് കാരണമെന്ന് റിജിൽ മാക്കുറ്റിക്കെതിരെ മത്സരിക്കുന്ന VA മുഹമ്മദ് അലി പറഞ്ഞു. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളാണ്. റിജിൽ മാക്കുറ്റി കോൺഗ്രസിന്റെ നേതാവാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. UDF സ്ഥാനാർത്ഥിക്കെതിരെ പത്രിക നൽകിയതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ശ്രമിച്ചെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവേൽ വെളിപ്പെടുത്തി. ഒന്നടഞ്ഞ സമയത്ത് മറ്റാരെങ്കിലും വന്നിരുന്നോ? ഞങ്ങൾ ഒരുപാട് 28 മിസ് കോളുകൾ എന്റെ ഫോണിനകത്തുണ്ട്. 28 മിസ് കോൾ. 1-2 പ്രധാനപ്പെട്ട ജില്ലയിൽ പ്രധാനപ്പെട്ട CPM-ന്റെ അധിപൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. തനിക്കെതിരെ വിമത നീക്കം നടത്തിയ ആളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയെന്നും തന്നെ പൂർണ്ണമായും അവഗണിച്ചുവെന്നും BJP വിട്ട ചെർളായി ഡിവിഷനിലെ മുൻ കൗൺസിലറായ ശ്യാമള S. പ്രഭു പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.